ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിൽ യൂജിന്റെ അമ്മയും പറയാതെ നാട്ടിലേക്ക് വന്ന് കാണും. അങ്ങനെ അതിനുശേഷം പാരന്റ്സ് മീറ്റിംഗ് നടക്കുമ്പോഴാണ് അവളുടെ അമ്മ അച്ഛന്റെ വീട്ടിലാക്കിയതെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് ജുവാനും വന്നിട്ട്, യൂജിൻ നിന്റെ അമ്മ നിന്നെ കാണാൻ വന്നേക്കുമല്ലേ, നിനക്ക് സന്തോഷമില്ല? അപ്പം ഇതിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും എന്തോ പറയുന്നത് എനിക്കറിയത്തില്ല, ഞാൻ വിചാരിച്ച എന്റെ അമ്മ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയതാന്ന്, പക്ഷെ ഇത്രയും പെട്ടെന്ന് എന്നെ കാണാൻ വേണ്ടി വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്നിന് അവർ രണ്ടും കൂടെ സംസാരിച്ചോണ്ടിരിക്കും. അതിനുശേഷം പാരന്റ്സ് മീറ്റിംഗ് കഴിഞ്ഞ് ചേട്ടനും പുറത്തേക്ക് വരുമ്പോഴാണ് അവളും ചോദിക്കുന്നത്, ചേട്ടാ അകത്ത് എന്തോ സംഭവിച്ചേ? എന്നിന് അവൾ ചോദിക്കുമ്പോഴും ചേട്ടനും, അകത്ത് നിന്റെ അമ്മ സാറായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. എന്നിനെ ചേട്ടൻ പറയുമ്പോഴാണ് അവളും, അതല്ല, ഞാൻ അമ്മയെ കുറിച്ചല്ല, പാരന്റ്സ് മീറ്റിംഗ് എങ്ങനെ വന്നു ചോദിച്ചത്. എന്നിന് അവൾ ചോദിക്കുമ്പോഴും ചേട്ടനും, പാരന്റ്സ് മീറ്റിംഗ് കുഴപ്പമില്ല, സാർ നിന്നെ കുറിച്ച് പൊക്കി പറയായിരുന്നു, എങ്കിൽ ശരി, നിങ്ങൾക്കിടയിൽ ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, ഞാൻ പോകുന്നതായിരിക്കും നല്ലത്. എന്നിനെ ചേട്ടൻ അവിടെ നിന്ന് പോവും. അപ്പോഴാണ് അവളും, പിന്നെ ചേട്ടാ പാരന്റ്സ് മീറ്റിംഗിന്റെ കാര്യമൊന്നും അച്ഛനോട് അറിയില്ല. എന്നിന് അവൾ പറഞ്ഞവിടെ ഇത് കേട്ട് ചേട്ടൻ ചിരിച്ചിട്ട്, ഞാൻ എന്തിനാ നിന്റെ അച്ഛനോടൊക്കെ പറയുന്നത്. എന്നിനെ ചേട്ടൻ അവിടെ നിന്ന് പോവും. അതിനുശേഷം അമ്മയും സാറിനോട് സംസാരിച്ചിട്ട് പുറത്തേക്ക് വരും. യൂജിൻ, നിന്റെ മാർക്ക് എന്തിനാ എത്രയും കുറവായ? നീ എല്ലാ പ്രാവശ്യം ഫസ്റ്റ് വാങ്ങിച്ചോണ്ടിരുന്ന, ഈ പ്രാവശ്യം നിനക്ക് ഇവിടെ സെക്കൻഡ്, നിനക്ക് എന്തോ ഇവിടെ പഠിക്കാൻ സമയമില്ല. എന്നിന് അമ്മയെ കുറയുമ്പോഴാണ് അവളും, അമ്മ ഇതും നല്ല മാർക്ക്, അമ്മയ്ക്ക് എന്തിനാ പെട്ടെന്ന് എന്നോട് ഇത്ര സ്നേഹം, എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയല്ല. എന്നിന് അവൾ പറയുമ്പോഴാണ് അമ്മയും, യൂജിൻ നീ എന്നോട് ഇങ്ങനെ തന്നെ സംസാരിക്കണം, പിന്നെന്താ പറയാനാ, ഞാൻ അമ്മയിൽ എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയ, പിന്നെ സെക്കൻഡ് മാർക്ക് വാങ്ങിക്കുന്നത് അത്ര മോശമായ കാര്യമൊന്നുമല്ല, എങ്കിൽ പിന്നെ അമ്മ സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ ഇവിടുന്ന് പോയിക്കോട്ടെ, എനിക്ക് പഠിക്കാൻ കുറയുണ്ട്. എന്നിന് അവൾ അവിടെ നിന്ന് പോകും. അതിനുശേഷം യൂജിനും ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് അമ്മയും കയറി വരുന്നത്. ഇത് കണ്ട് അവൾ ഷോക്കായി താഴേക്ക് ഇറങ്ങി വരും. അപ്പോഴാണ് അമ്മയും, യൂജിൻ ഞാൻ നിന്റെ സാറിനോട് സംസാരിച്ചായിരുന്നു, ഇനി കുറച്ച് ദിവസത്തേക്ക് നീ എന്റെ കൂടെ താമസിക്കാൻ വന്ന്, അതുകൊണ്ട് നിന്റെ ലഗേജ് എല്ലാം എടുത്തുണ്ടോ. അതിന് അമ്മ വിളിക്കുമ്പോഴാണ് അവളും, അമ്മേ ഞാനിതിനെ നിങ്ങളുടെ കൂടെ പറഞ്ഞു, ഞാൻ ഹോസ്റ്റലിൽ തന്നെ ഇരുന്നോളാം. ഇതിന് അവൾ പറയുമ്പോഴാണ് അമ്മയും, യൂജിൻ ഞാൻ പറഞ്ഞു കേട്ടില്ലേ, നിനക്ക് അരമണിക്കൂർ തരാം, പെട്ടെന്ന് ലഗേജ് എല്ലാം പാക്ക് ചെയ്തിട്ട് പുറത്തേക്കോ. ഇതിന് അമ്മയും പറഞ്ഞിട്ട് പോകുമ്പോഴാണ് അവൾക്ക് എന്തോ പറയാനെന്ന് അറിയാതെ അവള് ലഗേജ് എല്ലാം പാക്ക് ചെയ്തിട്ട് അമ്മയുടെ കൂടെ പോകും. അതേസമയം അവളുടെ റൂംമേറ്റ് റൂയും ഗ്രൂപ്പിനകത്ത് മെസ്സേജ് അയക്കും, ഗൈസ് യൂജിന്റെ അമ്മ പെട്ടെന്ന് ഹോസ്റ്റലിലേക്ക് വന്ന് അവൾ നിർബന്ധിച്ച് വീട്ടിലേക്ക് വിളിച്ചോണ്ടുപോയി, അവൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നമാണെന്ന് എനിക്ക് പേടിയാണ്. ഇതിന് അവൾ മെസ്സേജ് അയക്കുമ്പോഴാണ് ഇത് കണ്ട് ജുവാനും പെട്ടെന്ന് യൂജിനെ ഫോൺ വിളിക്കാൻ നോക്കും, പക്ഷെ അവളുടെ ഫോൺ നോട്ട് റീച്ചബിൾ എന്ന് പറഞ്ഞ് കാണിക്കും. അതിനുശേഷം അവളുടെ അമ്മയും അവളെ വിളിച്ചുകൊണ്ട് ഒരു അപ്പാർട്ട്മെന്റിലേക്ക് പോകുമ്പോഴാണ് അവളും പറയുന്നത്, അമ്മേ കുറച്ച് ദിവസമല്ലേ ഞാൻ ഇവിടെ സ്റ്റേ ചെയ്യാൻ വന്നുള്ളൂ, അതിനർത്ഥം അതെന്നെ ഞാൻ വീണ്ടും ഹോസ്റ്റലിൽ പോകണമെന്നാണ്. ഇതിന് അവൾ ചോദിക്കുമ്പോഴാണ് അമ്മയും, യൂജിൻ ഞാൻ നിന്റെ ടീച്ചറിനോട് ചോദിച്ചായിരുന്നു, നീ എന്തിനാ ഹോസ്റ്റലിൽ താമസിക്കുന്നത്, നിനക്ക് ആരും അതിന് പെർമിഷൻ തന്നെ. എന്നിന് അമ്മ ചോദിക്കുമ്പോഴാണ് അവളും, അച്ഛനാ എനിക്ക് പെർമിഷൻ തന്നെ. ഇതിന് അവൾ പറയും, ഇത് കേട്ട അമ്മയും, എന്തുവാ നിന്റെ അച്ഛൻ നിന്നെ ഹോസ്റ്റലിൽ താമസിക്കാൻ ചോദിച്ചോ? യൂജിൻ ഞാൻ നിന്റെ അച്ഛനോട് സംസാരിച്ചായിരുന്നു, അയാൾ നിന്നെ വീട്ടിൽ തന്നെ താമസിക്കാൻ പറഞ്ഞ, പക്ഷെ നീ ആരും അറിയാതെ നിന്റെ അച്ഛന്റെ സൈൻ ഇട്ടുണ്ടോ. ഇതിന് അമ്മ പറയുമ്പോഴാണ് അവളും, അതിനിപ്പോ എന്തോ കുഴപ്പം, ഞാൻ എന്റെ പൈസക്കല്ലേ ഹോസ്റ്റലിൽ അഡ്മിഷൻ എടുത്ത്, നിങ്ങളുടെ ഒന്നും അല്ലല്ലോ. എന്നിന് അവൾ പറയുമ്പോഴാണ് അമ്മയും, എന്തോ നിന്റെ പൈസയോ, അപ്പൊ അച്ഛൻ നിനക്ക് പൈസ തന്നില്ല. എന്നിന് അമ്മയും ചോദിക്കുമ്പോഴാണ് പെട്ടെന്ന് അച്ഛന് യൂജിന് ഫോൺ വിളിക്കുന്നത്. ഇത് കണ്ട് അമ്മയും ഫോൺ വാങ്ങിച്ച് സ്പീക്കർ ഇടും. യൂജിൻ ഞാൻ എത്ര പ്രാവശ്യം വിളിക്കണം, നീ എന്താ ഫോൺ എടുക്കാത്ത, നിന്റെ അമ്മ നാട്ടിലേക്ക് വന്നെന്ന് അറിഞ്ഞല്ലേ, നീ ഒന്നും സന്തോഷിക്കണ്ട, നിന്റെ അമ്മ നിന്നെ തിരിച്ച് അവളുടെ കൂടെ വിളിച്ചോണ്ട് പോകാനൊന്നല്ല വന്നിരിക്കുന്നത്, അതുകൊണ്ട് നീ ഒന്നും സന്തോഷിക്കണ്ട, നീ ഇനി ഇവിടെ ജീവിക്കണ്ട, അതുകൊണ്ട് ഞാൻ പറയുന്ന മാത്രം കേട്ടാൽ മതി. എന്നിന് അച്ഛനും പറയുമ്പോഴാണ് ഇത് കേട്ട് അമ്മയും ദേഷ്യത്തി, നിങ്ങൾ പറയുന്നത് എന്തോ അവള് കേൾക്കണ്ട, മെങ്ഷാവോ നിങ്ങൾ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം, നാളെ നമ്മൾ മീറ്റ് ചെയ്യും. എന്നിന് അമ്മ പറയുമ്പോഴാണ് അച്ഛനും പേടിച്ച്, അത് ഞാനൊന്നും പറഞ്ഞില്ല. എന്നിന് അച്ഛനും പറയുമ്പോൾ തന്നെ അമ്മയും ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്യും. അതിനുശേഷം അമ്മ അവളുടെ അടുത്തേക്ക് വന്നിട്ട്, യൂജിൻ അച്ഛൻ ഞാൻ എന്തോ ചെയ്ത്. എന്നിന് അമ്മയും ചോദിക്കുമ്പോഴാണ് അവളും ഫേസിനകത്ത് അടിച്ച കാര്യം പറയുന്നത്. അങ്ങനെ അന്ന് രാത്രി അവൾ മൊബൈൽ എടുത്ത് നോക്കുമ്പോഴാണ് ജുവാന് മെസ്സേജ് അയച്ചേക്കുന്നത്, യൂജിൻ നീ ഹോസ്റ്റലിൽ നിന്ന് നിന്റെ അമ്മയുടെ കൂടെ താമസിക്കുമെന്ന് അറിഞ്ഞില്ല, അവിടെ എല്ലാം പ്രശ്നമുണ്ടോ. എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും, എനിക്കൊന്നും കുഴപ്പമില്ല, നമുക്ക് നാളെ സ്കൂളിൽ വെച്ച് മീറ്റ് ചെയ്യാം. എന്നിന് അവൾ മെസ്സേജ് അയക്കും. അങ്ങനെ അടുത്ത ദിവസം അവളും ക്ലാസ്സിലേക്ക് പോകുമ്പോഴാണ് ജുവാൻ അവൾക്ക് കഴിക്കാൻ വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വാങ്ങിച്ചു വെച്ചേക്കും. അങ്ങനെ ഇത് കണ്ട് അവൾ സന്തോഷത്തിൽ അടുത്തേക്ക് ചെന്നിരിക്കും. അപ്പോഴാണ് അവനും, ഗുഡ് മോർണിംഗ് ഡെസ്ക് മേറ്റ്. എന്നിന് അവനും പറയുമ്പോൾ പെട്ടെന്ന് വാങ്ങും തിരിഞ്ഞിട്ട്, എടാ നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഈ പ്രാവശ്യം എനിക്ക് നല്ല മാർക്ക് ആയതുകൊണ്ട് അച്ഛൻ ഈ തവണ എന്നെ അടിച്ചില്ല, അതിന് പകരം എനിക്കൊരു ഗിഫ്റ്റ് തന്നറ. യൂജിൻ നിന്റെ പാരന്റ്സ് എല്ലാം വാങ്ങിച്ചെന്നോ, നിനക്ക് നല്ല മാർക്കല്ലേ. എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് ഇത് കേടിച്ചുവാനും, എടാ നിന്റെ കാര്യം മാത്രം നോക്കടാ. എന്നിന് അവരൊക്കെ സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് സാർ അകത്തേക്ക് എറിയുന്നിട്ട്, പിള്ളേരെ ഇന്നലെ പാരന്റ്സ് മീറ്റിംഗ് നല്ലോണം പോയില്ല. എന്നിന് സാർ ചോദിക്കുമ്പോൾ അവരെല്ലാം ബഹളം ഉണ്ടാക്കും. അതേസമയം യൂജിന്റെ അച്ഛനമ്മയും കൂടെ മീറ്റ് ചെയ്യുമ്പോഴാണ് അമ്മയും ദേഷ്യത്തി, മെങ്ഷോ എന്റെ മോളെ അടിക്കാനുള്ള അവകാശം തോ നിനക്ക്. എന്നിന് അമ്മ ചൂടാകുമ്പോഴാണ് അച്ഛനും, അവൾ വന്നപ്പോ തൊട്ട് ഇവിടെ ശല്യ, എനിക്ക് സമാനത്ത് ജീവിക്കാൻ പോലും കഴിഞ്ഞില്ല അവൾ വന്നതിന് ശേഷം. മെങ്ഷാവോ അവൾ നിന്റെ മോളും കൂടെ, ഒരു അച്ഛൻ എന്ന സ്ഥാനത്ത് അവൾക്ക് കുറച്ചെങ്കിലും കെയർ കൊടുത്തോടെ. എന്നിന് അമ്മ ചോദിക്കുമ്പോഴാണ് അച്ഛനും, നീ ഒന്നും അറിയത്തോ അല്ലെങ്കിൽ ആക്ട് ചെയ്യണ്ട, നീ അല്ല അവൾക്ക് പൈസ കൊടുത്ത് ഹോസ്റ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്ത, ഇപ്പൊ ഞാൻ ഇന്ന് അവളെ കെയർ ചെയ്തില്ലെന്ന് ചോദിക്കുന്നു. എന്നിന് അച്ഛനും ചോദിക്കുമ്പോൾ ഇത് കേട്ട അമ്മയും, എന്തുവാ ഞാൻ പൈസ കൊടുത്തെന്നോ, അപ്പൊ നിങ്ങൾക്കൊന്നും അറിയത്തില്ലല്ലേ, അവളെ സ്വന്തമായിട്ട് ആ പൈസ ഉണ്ടാക്കിയ ഹോസ്റ്റലിലേക്ക് മാറിയ, ഇനി അവൾ നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നത് അത്രയ്ക്ക് ശരിയല്ല, അതുകൊണ്ട് ഞാൻ എന്റെ ലോയറിനെ വിളിച്ചായിരുന്നു, ഞാൻ വീണ്ടും എന്റെ മോളെ വിളിച്ചോണ്ട് എന്റെ നാട്ടിലേക്ക് പോവുക, നിങ്ങൾക്ക് ഇനി അവള് കാരണം ശല്യം ഉണ്ടാകത്തില്ല. എന്നിന് അമ്മയും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് യൂജിനെ തിരിച്ച് വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ലൂയോ ഫോൺ വിളിക്കുന്നത്. യൂജിൻ നിന്റെ അമ്മ ഇവിടേക്ക് വന്നെന്ന് അറിഞ്ഞില്ല, വല്ല സീനുണ്ടോ. എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും, അതോ ഞാനിപ്പം കുറച്ച് ദിവസത്തേക്ക് എന്റെ അമ്മയുടെ കൂടെ താമസിക്കാൻ പോകുന്നത്. എന്നിന് അവൾ പറയുമ്പോഴാണ് അവനും, എങ്കിൽ പിന്നെ നിന്റെ അമ്മ തിരിച്ച് അവരുടെ കൂടെ തന്നെ നിന്നെ വിളിച്ചോണ്ട് പോകാൻ പോകണോ. അതിനൊന്നും സാധ്യതയില്ല, അവർ കുറച്ച് ദിവസത്തേക്ക് എന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിരിക്കും ആലോചിച്ച്. എന്നിന് അവളും തിരിച്ചു പറയും. അതേസമയം ഈ ലൂയോ വേറെ ആരുമല്ല, നമ്മൾ അവസാനം കണ്ട ഡ്രാമയിലെ ചെന്നാണ് ഇതിനകത്ത് ലൂയോയിട്ട് ആക്ട് ചെയ്യുന്നത്. അതിനുശേഷം അവനും നേരിട്ട് കണ്ട് ബാക്കി സംസാരിക്കാൻ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. യൂജിൻ നീ പറഞ്ഞ പോലെ നിന്റെ അമ്മ
അമ്മ നിന്നെ ഉപേക്ഷിച്ചതൊന്നല്ല. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞ് നിന്റെ അമ്മയുടെ കമ്പനിക്ക് കുറെ ലോസ് ഉണ്ടായിരുന്നെന്ന്. അങ്ങനെ അവർക്ക് കുറെ കടമായതുകൊണ്ട് അവർ നീ കഷ്ടപ്പെടണമെന്ന് വിചാരിച്ച നിന്റെ അച്ഛൻ്റെ അടുത്തേക്ക് നിന്നെ പഠിക്കാൻ വേണ്ടി അയച്ചത്. എന്നിന് അവൻ പറയുമ്പോഴാണ് അവളും അപ്സെറ്റ് ആവുന്നത്. അതിനുശേഷം അവനും യൂജിൻ നീ ഒന്നും വിഷമിക്കണ്ട, നിന്റെ അമ്മ ഇപ്പോൾ ഇവിടേക്ക് വന്നത് നിന്നെ തിരിച്ച് അവരോട് വിളിച്ചോണ്ടാവാൻ വേണ്ടി, അതിന് ഞാൻ ഗ്യാരണ്ടി. എന്നിന് അവൻ പറഞ്ഞു കേട്ട് അവളും അവളുടെ അമ്മയോട് പോയി സംസാരിക്കും. അമ്മേ നിങ്ങൾക്ക് കുറെ കട ഉണ്ടായതുകൊണ്ടാണോ എന്നെ അച്ഛൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ച? എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് അമ്മയും യൂജിൻ നിന്നോട് ഇതാര് പറഞ്ഞു, നിന്റെ അച്ഛനാണോ? എന്നിന് അമ്മ ചോദിക്കുമ്പോഴാണ് അവളും അമ്മേ ഞാൻ പറഞ്ഞത് സത്യമാണോ അല്ലേ? എന്നിന് അവൾ ചോദിക്കുമ്പോൾ അമ്മയെ വിഷമിച്ചിട്ട് യൂജിൻ എനിക്ക് വേറെ വഴി തോന്നിയില്ല. ഒരു നീ എൻ്റെ കൂടെ ജീവിക്കുവാണ് പിന്നെ നീയും പൈസ ഇല്ലാതെ കുറെ കഷ്ടപ്പെടേണ്ടി വരും. അതാ നിന്റെ സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ നിന്റെ അച്ഛൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ച. ഞാൻ നിന്റെ നല്ലതിന് വേണ്ടി ഇതൊക്കെ ചെയ്ത. എന്നിന് അമ്മ പറയുമ്പോഴാണ് അവളും എന്തുവാ എന്റെ നല്ലതിന് വേണ്ടിയാ? എങ്കിൽ പിന്നെ അമ്മ എന്തിനാ എന്നോട് ഈ കാര്യം പറയാത്ത? എനിക്കെന്തോ മനസ്സിലാവത്തില്ല, ഞാനൊന്നും കൊച്ചു വെച്ചല്ല. എന്നിന് അവൾ പറയുമ്പോഴാണ് അമ്മയും യൂജിൻ ഞാൻ നിന്നോട് പറഞ്ഞാലും നിനക്കത് മനസ്സിലാവത്തില്ല, കാരണം പ്രശ്നം അത്ര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു, പിന്നെ നിന്നോട് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. എന്നിന് അമ്മ പറയുമ്പോഴാണ് അവളും കാര്യമൊന്നുമില്ല അല്ലേ? ശരിയാ, എന്റെ ഫീലിങ്സ് ആർക്കാ ഇപ്പം പ്രധാനം? കാരണം നിങ്ങൾ എന്നെ ഒരു സ്വന്തം മോളായിട്ട് കണ്ടാലല്ലേ. നിങ്ങൾ എന്നോട് ഒന്നും ഡിസ്കസ് ചെയ്യാതെ ഒരു സാധനം ഷിഫ്റ്റ് ചെയ്യുന്ന പോലെ എന്റെ അച്ഛന്റെ അടുത്തേക്ക് എന്നെ പറഞ്ഞയച്ചു. അപ്പൊ ഞാനെന്തോ എന്നെ കുറിച്ച് വിചാരിക്കുന്നത്? ആർക്കും വേണ്ടാത്ത ഒരു വേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. എന്നിന് അവൾ പറയുമ്പോഴാണ് അമ്മയും യൂജിൻ ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കണമെന്ന് വിചാരിച്ചിട്ടില്ല, എന്റെ സിറ്റുവേഷൻ അപ്പൊ അങ്ങനെയായിരുന്നു, ഞാൻ എങ്ങനെ നിന്നെ വേണ്ടെന്ന് വെക്കും, നീ എന്റെ മോള. എന്നിന് അമ്മ അവളെ തൊടുമ്പോഴാണ് അവളും ബാക്കിലോട്ട് മാറുന്നത്. എങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്നെ ഒരു ഭാരമായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മോളുള്ള കാര്യം മറന്നേക്ക്, ഞാൻ ഇവിടെ നിന്ന് പോയിക്കോളാം. എന്നിന് അവൾ അവിടെ നിന്ന് പോകും. അതിനുശേഷം അവളും അവളുടെ അമ്മയുടെ കൂടെ സംസാരിച്ച കാര്യങ്ങളൊക്കെ ആലോചിച്ച് തിരിച്ച് എവിടെ പോകുന്നറിയാതെ ജുവാന്റെ വീട്ടിലേക്ക് വരും. ജുവാൻ ഞാൻ കുറച്ച് സമയം ഇവിടെ ഇരുന്നോട്ടെ. എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും അതെന്തോ ഇപ്പം ഈ നിന്റെ സ്ഥലവും കൂടെ. എന്നിന് അവൾ അകത്തേക്ക് വിളിക്കും. അതിനുശേഷം അവളും വിഷമിച്ച് അവനോട് പറയും ജുവാൻ ഞാനിപ്പോ ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞുപോയി, അത് ഞാനിപ്പോ തെറ്റാന്ന് വിചാരിക്കുന്നു. എന്നിന് അവൾ പറഞ്ഞ ഉടനെ അവനും കുഴപ്പമില്ല സമാനപ്പെടാൻ പറയും. അങ്ങനെ ഇത് കേട്ട് അവളെ ആശ്വാസിച്ചിരിക്കുമ്പോഴാണ് അവനും പറയുന്നത് യൂജിൻ നീ എപ്പോഴും ഒരു കാര്യം ഓർത്താൽ മതി, നിനക്ക് വേണ്ടി എപ്പോഴും ഞാൻ ഇവിടെ കാണും, പിന്നെ നാളെ ന്യൂ ഇയർ ഇല്ലേ നമുക്ക് ഒരുമിച്ച് ആഘോഷിച്ചാലോ. എന്നിന് അവനും വിളിക്കുമ്പോൾ അവളും വരാൻ സമ്മതിക്കും. അതിനുശേഷം അവനും അവളെ ചെന്ന് ഹോസ്റ്റലിൽ കൊണ്ടാക്കും. അങ്ങനെ ഗേറ്റ് അടച്ചിട്ടതുകൊണ്ട് അവൾ മതിലാടാൻ നോക്കുമ്പോഴാണ് ഇത് കണ്ട അവനും യൂജിൻ ഇങ്ങനെ നീ ചാടുവാണ് രാവിലെ വരെ ഇവിടെ നിൽക്കത്തേ ഉള്ളൂ. എന്നിന് അവൻ പറഞ്ഞ അവിടെ ഇത് കേട്ട അവളും എങ്കിൽ പിന്നെ നീ എനിക്ക് ഹെൽപ്പ് ചെയ്യ്, നീ ഇവിടെ വെറുതെ നിൽക്കുമല്ല, ഞാൻ ജമ്പ് ചെയ്യാൻ വേണ്ടി ഒന്ന് ഹെൽപ്പ് ചെയ്യ്. എന്നിന് അവന്റെ സഹായത്തോടെ അവൾ ആ മതിലേറും. അപ്പോഴാണ് അവനും യൂജിൻ നിനക്ക് താഴെ ഇറങ്ങാൻ ഹെൽപ്പ് വേണോ? എന്നിന് അവൻ ചോദിച്ചോടെ അവളും ഇല്ല അത്രയ്ക്കും കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല, കയറാനേ ഉള്ള പാട്, ഇറങ്ങാൻ എല്ലാവർക്കും എളുപ്പം. എന്നിന് അവൾ അവിടെ നിന്ന് ഹോസ്റ്റലിലേക്ക് പോകും. അപ്പോഴാണ് ഇവള് ലേറ്റ് ആയിട്ട് വരുന്നുണ്ട് ഗുവും യൂജിൻ നീ എന്തിന് ഇത്രയും താമസിച്ച, പെട്ടെന്ന് പോയി വാഷി ഹോസ്റ്റലിൽ ഇപ്പൊ എല്ലാം ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്യും. എന്നിന് അവളും പറഞ്ഞ ഉടനെ ഇത് കേട്ട് യൂജിൻ അവൾ താങ്ക്സ് പറഞ്ഞിട്ട് ഫ്രഷ് ആകാൻ വേണ്ടി പോകും. അതിനുശേഷം അവളും അവളുടെ അമ്മ ഒരു ഇവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ച് അമ്മയ്ക്ക് മെസ്സേജ് അയക്കും. അമ്മ ഞാൻ ഇന്ന് വീട്ടിലേക്ക് വരുന്നില്ല, ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്യുക. എന്നിന് അവള് മെസ്സേജ് ഇട്ട് കിടന്നുറങ്ങും. അതിനുശേഷം അടുത്ത ദിവസം അവളും ക്ലാസ്സിന് പോകുമ്പോഴാണ് സാറ് ന്യൂ ഇയർ ആയതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും അവധിയാന്ന് പറയും. അങ്ങനെ ഇത് കേട്ട് അവെല്ലാം സന്തോഷിച്ചിരിക്കുമ്പോഴാണ് സാറും പറയുന്നത് പിന്നെ ഒരു കാര്യം കൂടെ, ഈ ആഴ്ച അവധിയാന്ന് പറഞ്ഞ എല്ലാവരും അടിച്ചൊന്നും പൊളിക്കണ്ട, ഇത് കഴിഞ്ഞിട്ട് വരാൻ പോകുന്നത് ഫൈനൽ എക്സാം, അതും കൂടെ ഓർമ്മ വെച്ചോ. ഏതിന് സാറും പറഞ്ഞോടെ വാങ്ങിന്റെ മൈൻഡ് വെക്കേഷന്റെ സന്തോഷം മാത്രമേ ഉള്ളൂ. അങ്ങനെ അവൻ എക്സൈറ്റ് ആയി ഗൈസ് നമ്മൾ എവിടെയൊക്കെ പോകാൻ വന്ന് യൂജിൻ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടോ? ഏതിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും ഇല്ല എനിക്ക് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണം, പരീക്ഷ തരാൻ പോവല്ലേ. ഏതിന് അവൾ പറഞ്ഞ ഉടനെ അവന് സാഡാകും. അപ്പോഴാണ് ജുവാനും നമുക്ക് വേണം ഇന്നൊരു സ്ഥലം വരെ പോയാലോ. ഏതിന് അവരെല്ലാം വിളിച്ചോണ്ട് അവനും വിഷിംഗ് ട്രീ കാണാൻ വേണ്ടി പോകും. അപ്പോഴാണ് വാങ്ങും ആ സ്ഥലം എല്ലാം കണ്ടിട്ട് എടാ ജുവാൻ നീ കറക്റ്റ് സ്ഥലത്തെ വിളിച്ചോണ്ടെന്ന്, ഈ വിഷിംഗ് ട്രീയിൽ ഞാൻ പാസ്സാവണമെന്ന് പ്രാർത്ഥിച്ചാൽ മതി, പിന്നെ ഞാൻ സോങ് ഒക്കെ പാസ്സാവും, നിങ്ങളൊക്കെ വിഷയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങളൊക്കെ ടോപ്പ് സ്റ്റുഡൻസ് അല്ലേ. എന്നിന് അവൻ പറയുമ്പോഴാണ് യൂജിനും എടാ വാങ് നിനക്ക് മാത്രം പ്രാർത്ഥിച്ചോ, സോങ് നല്ലോണം പഠിക്കും. എന്നിന് അവരൊക്കെ സംസാരിച്ചുകൊണ്ടാകുമ്പോഴാണ് സോങ്ങും യൂജിനും ജുവാനും കൂടെ ഒറ്റയ്ക്കാക്കാൻ വേണ്ടി അവൻ വാങ്ങിനെ വിളിച്ചോണ്ട് രണ്ടുപേരും കൂടെ സെപ്പറേറ്റ് ആയി പോകും. അതിനുശേഷം യൂജിനും ജുവാനും കൂടെ പ്രാർത്ഥിക്കുമ്പോഴാണ് അവളും പറയും ജുവാൻ ഞാൻ ഇവിടൊക്കെ വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, കാരണം ഞാൻ വിചാരിച്ച് എനിക്ക് ഇവിടുത്തെ സ്കൂളിലും ഒരു ഫ്രണ്ട്സും കിട്ടത്തില്ലെന്ന്, പക്ഷെ എന്റെ ലൈഫ് മൊത്തത്തിൽ മാറിപ്പോയി, എനിക്ക് ഇവിടുത്തെ ആൾക്കാരെയും ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം ഇപ്പൊ ഇഷ്ടം. എന്നിന് അവൾ പറയുമ്പോഴാണ് അവനും എങ്കിൽ പിന്നെ യൂജിൻ നീ ഇവിടെ നിന്ന് പോകണ്ട, നമ്മൾ രണ്ടുപേരും ഒരേ കോളേജിൽ തന്നെ പഠിക്കാം. എന്നിന് അവൻ പറയുമ്പോഴാണ് അവളും എങ്കിൽ പിന്നെ ഡീൽ, ഇനി 4 വർഷം നമ്മൾ ഒരേ ക്ലാസ്സിലായിരിക്കും. എന്നിന് അവള് സന്തോഷത്തിരിക്കും. അപ്പോഴാണ് അമ്മ രണ്ടുപേരും പ്രാർത്ഥിച്ച് അവിടേക്ക് വരുന്നത്. എടാ ജുവാൻ ഇന്ന് എനിക്ക് ഫയർ വർക്ക്സ് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എന്റെ വീട്ടിൽ നിന്ന് തന്നെ എവിടാണ്ടൊക്കെ വിളിച്ചോണ്ട് പോവുക. എന്നിന് അവൻ പറയുമ്പോഴാണ് വാങ്ങും ആടാ എനിക്ക് ഫയർ വർക്ക്സ് കാണാൻ പറ്റത്തില്ല, എന്റെ വീട്ടിൽ റിലേറ്റീവ്സ് ഒക്കെ വരും, ഞാൻ പുറത്തിറങ്ങി എന്റെ അച്ഛനെ കൊല്ലും. എന്നിന് അവന്മാർ രണ്ടുപേരും അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇത് കണ്ട് ജുവാൻ അപ്സെറ്റ് ആയിരിക്കുമ്പോൾ യൂജിൻ അവളുടെ അമ്മയുടെ നിന്ന് ഒരു മെസ്സേജ് വരും. അങ്ങനെ അവളത് എടുത്ത് നോക്കുമ്പോഴാണ് അവനത് മനസ്സിലാക്കി യൂജിൻ നീയും ബിസിയാണെങ്കിൽ കുഴപ്പമില്ല, നീ പോയിക്കോ, നമുക്ക് അടുത്ത വർഷം കാണാം. എന്നിന് അവൻ പറയുമ്പോഴാണ് അവളും ജുവാൻ ഇന്ന് രാത്രി എന്റെ അമ്മയുടെ കൂടെ ഞാൻ ഡിന്നർ കഴിക്കാൻ പോവുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫയർ വർക്ക്സ് കാണാൻ പറ്റുമോ. എന്നിന് അവൾ ചോദിക്കുമ്പോൾ അവനെ സന്തോഷത്തി അതൊന്നും കുഴപ്പമില്ല, നീ വരുവാണെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്നിന് അവൻ പറഞ്ഞോട് അവളും ഓക്കെ എങ്കിൽ പിന്നെ ഇവിടെ അടുത്തുള്ള പാലസ് വെയിറ്റ് ചെയ്യും, അവിടെ നല്ല വ്യൂ ആയിരിക്കും, ഞാൻ ഡിന്നർ കഴിഞ്ഞിട്ട് ഉടനെ വന്നോളാം. എന്നിന് ഇവരുടെ ഡീൽ ചെയ്തിട്ട് അന്ന് രാത്രി യൂജിൻ അവളുടെ അമ്മയുടെ കൂടെ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോകും. അതേസമയം അമ്മയും ബിസിനസ്സുകാരായിട്ട് എല്ലാവർക്കും ട്രീറ്റ് ഒക്കെ വെച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യൂജിനും ജുവാന് പ്രോമിസ് ചെയ്താലയച്ച് അവൾ സമയം നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ 12 മണി ഞാൻ അരമണിക്കൂറുള്ളതെന്ന് അറിഞ്ഞ ഉടനെ അവളും പെട്ടെന്ന് അമ്മയോട് പറയും അമ്മേ എനിക്കൊരു സ്ഥലം വരെ പോകണം, ഞാൻ പോവാണ്. എന്നിന്
എന്നിട്ട് അവൾ ഇറങ്ങുമ്പോഴാണ് അമ്മയും ഇപ്പൊ എവിടെ നീ പോന്നെ എന്നിട്ട് അമ്മ ചോദിക്കുമ്പോൾ അവളൊന്നും പറയാതെ സോറി എനിക്ക് അത്യാവശ്യമായിട്ട് പോകണമായിരുന്നു എങ്കിൽ ശരി ഞാൻ പോവാണേ എന്നിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഇത് കണ്ട് അവിടെ ഇരിക്കുന്നവരെല്ലാം അമ്മയെ സമ്മാനപ്പെടുത്തും. ഓ പിള്ളേരൊക്കെ അല്ലേ ഫ്രണ്ട്സുമായിട്ട് എൻജോയ് ആയിരിക്കും, നിങ്ങൾ സമ്മാനപ്പെടും എന്നിട്ട് അവരൊക്കെ പറയുമ്പോൾ അമ്മ യൂജിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അതേസമയം അവളും പാലസിലേക്ക് ചെല്ലുമ്പോഴാണ് ജുവാന് ഫോൺ വിളിച്ചിട്ട് യുജിൻ നീ എവിടാ ഇപ്പൊ ഫയർ വർക്ക്സ് ഒക്കെ സ്റ്റാർട്ടാം എന്നിട്ട് അവൻ ചോദിക്കുമ്പോഴാണ് അവളും ജുവാൻ ഞാനിപ്പോൾ എത്തിയതേ ഉള്ളൂ, ഇവിടെ താഴെ ഫുള്ളും കുറെ ആൾക്കാരുണ്ട്, അതുകൊണ്ട് എനിക്ക് മുകളിലോട്ട് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നിട്ട് അവൾ പറയുമ്പോഴാണ് അവനും എങ്കിൽ ശരി നീ ലിഫ്റ്റിന്റെ അവിടെ വെയിറ്റ് ചെയ്യാം ഞാൻ ഇപ്പോൾ വരാം. എന്നിട്ട് അവനും താഴെ ഓടി വരും. അതേസമയം അവളും അവൻ അവിടെ അന്വേഷിച്ചു ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് അതേസമയം ന്യൂ ഇയർ ആകാൻ ഇനി 1 മിനിറ്റേ കാണത്തുള്ളൂ. അങ്ങനെ അവസാനം അവൾ ഓടി ലിഫ്റ്റിന്റെ അടുത്തേക്ക് എത്തുമ്പോഴാണ് അവൻ അവളെ കണ്ട സന്തോഷത്തി യുജിൻ ഞാൻ ഇവിടെ ഉണ്ട് എന്നിട്ട് അവനും വിളിക്കുമ്പോൾ കറക്റ്റ് ന്യൂ ഇയറിന്റെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ആകും. അപ്പോഴാണ് ഇവരുടെയും പ്രോമിസ് ചെയ്ത പോലെ ഒരുമിച്ച് കാണണം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ ഓടി അടുത്തേക്ക് ചെല്ലും. അപ്പോഴാണ് കറക്റ്റ് ന്യൂ ഇയർ ആയി ഫയർ വർക്ക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. ഇതൊക്കെ ഇവർ രണ്ടുപേരും കൂടെ സന്തോഷമായിട്ട് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവനും യുജിൻ ഹാപ്പി ന്യൂ ഇയർ എന്നിട്ട് അവർ രണ്ടുപേരും പരസ്പരം വിഷ് ചെയ്യും. അതിനുശേഷം അമ്മയും മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോഴാണ് യുജിനും ജുവാനും കൂടെ ഫയർ വർക്ക്സ് ഒക്കെ കണ്ടിട്ട് അവൻ അവളെ കൊണ്ടാക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റ് വരും. അപ്പോഴാണ് അമ്മയും അവൾ വിളിക്കാൻ നോക്കുമ്പോൾ അവൾ ജുവാനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നത്. അതിനുശേഷം അവൻ പോയതിനു ശേഷം യുജിനും അവളുടെ അമ്മയെ കണ്ട് അകത്തേക്ക് കയറി വരും. അപ്പോഴാണ് അമ്മ അവളോട് യുജിൻ ഞാനിവിടെ വന്നതിന്റെ ഉദ്ദേശം നിന്നെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി, അതുകൊണ്ട് ഈ എക്സാം കഴിഞ്ഞ ഉടനെ നീ എന്റെ കൂടെ നാട്ടിലേക്ക് വരിക എന്നിട്ട് അമ്മ പറഞ്ഞോടെ അവൾ മൊത്തത്തിൽ ഷോക്കാവും. അതിനുശേഷം അമ്മയെ റൂമിലേക്ക് ചെല്ലുമ്പോഴാണ് അവളും പുറകെ ചെന്നിട്ട് അമ്മ എന്തോ ഉദ്ദേശിച്ച എനിക്ക് നാട്ടിലൊന്നും വരണ്ട എനിക്ക് ഇവിടെ പഠിക്കാൻ ആഗ്രഹം എന്നിട്ട് അവൾ പറയുമ്പോഴാണ് അമ്മയും അതെപ്പോ തൊട്ടാ യുജിൻ നീയല്ലേ ഇതിനു മുമ്പ് എന്നോട് പറഞ്ഞ എന്റെ കൂടെ അവിടേക്ക് തന്നെ വരണമെന്ന് ഇപ്പൊ എന്തിനാ ഇങ്ങനെ പറയുന്നത് എന്നിട്ട് അമ്മ ചോദിക്കുമ്പോഴാണ് അവളും അമ്മേ അത് മുമ്പ് ഞാൻ പറയുന്നത് ഇപ്പൊ എനിക്ക് ഇവിടെ പഠിക്കാനാ താല്പര്യം എന്നിട്ട് അവൾ പറയുമ്പോഴാണ് അമ്മയും യുജിൻ നിനക്ക് ഇവിടെ അത്രയ്ക്ക് എന്തോ ഇഷ്ടപ്പെട്ട എന്നിട്ട് അമ്മ ചോദിച്ചോടെ അവളും പറയും എനിക്ക് എന്തോ ഇവിടെ ഇഷ്ടപ്പെടാത്ത ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഫുഡെല്ലാം കിടില്ല പോരാതെ ഇവിടുത്തെ പ്ലേസും ആൾക്കാരെല്ലാം എനിക്ക് കുറെ ഇഷ്ടപ്പെട്ട് എന്നിട്ട് അവളും പറഞ്ഞോടെ ഇത് കേട്ട് അമ്മയ്ക്ക് മനസ്സിലായി അവളെ ജുവാൻ ഇഷ്ടപ്പെടുന്നുണ്ടാ വരാത്തേന്ന്. അതിനുശേഷം അമ്മയും ദേഷ്യത്തി ഓ നിനക്ക് ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇഷ്ടപ്പെട്ടല്ലേ പക്ഷെ യുജിൻ ഞാൻ തീരുമാനം എടുത്ത് നീ എന്റെ കൂടെ തിരിച്ച് നാട്ടിലേക്ക് വരും എന്നിട്ട് അമ്മയും പറയുമ്പോഴാണ് പെട്ടെന്ന് അവളും ദേഷ്യത്തി അമ്മ എപ്പോഴെങ്കിലും എനിക്ക് കുറച്ച് സ്വാതന്ത്ര്യം എന്താ ഞാൻ എവിടെ പഠിക്കണം എന്ത് ചെയ്യണമെന്നെല്ലാം അമ്മ അതിനെ ഡിസൈഡ് ചെയ്താ പിന്നെ എന്റെ ഫീലിങ്സ് എന്തോ എന്നിട്ട് അവൾ ചോദിക്കുമ്പോഴാണ് അമ്മയും ചൂടായി യുജിൻ നിന്റെ അച്ഛൻ നിനക്ക് സ്വാതന്ത്ര്യം തന്നോണ്ടാ നീ ഇപ്പൊ ഇങ്ങനെ വഷളായി കിടക്കുന്നത് നിന്റെ മാർക്സ് ഒക്കെ കണ്ടോ എത്ര കുറഞ്ഞെന്ന് നിനക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ നിന്റെ നല്ലതിന് വേണ്ടിയാ ചെയ്യുന്നത് എന്നിട്ട് അമ്മ വീണ്ടും അടുത്തേക്ക് വരുമ്പം അവളും കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിരിക്കും. അപ്പോഴാണ് അമ്മയും യുജിൻ ഞാൻ നിന്നോട് എന്റെ കൂടെ വരണേയും ചോദിക്കുമല്ല നീ എന്റെ കൂടെ വരും എന്നിട്ട് അമ്മയും പറഞ്ഞിട്ട് പോകുമ്പം ഇത് കേട്ട് അവളും കരഞ്ഞോണ്ടിരിക്കും. അങ്ങനെ അതോടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ എടുത്തിരുന്ന് ഇതിനേശം എന്തൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടറിയാം. ഡ്രാമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക കൂടാതെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.